Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the fx13 and fy13 if f of xy is equal to 2x cube y square plus 2y plus 4x. ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഇവിടെ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ f of xy. f of xy is equal to 2x cube y square plus 2y plus 4x. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ f of xy എന്നുള്ളത് 2x cube y square plus 2y plus 4x. നമുക്ക് ആദ്യം fx കണ്ടുപിടിക്കണം. fx xy എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. x വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്, x ആണ് വേരിയബിൾ. അപ്പോൾ y കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുമ്പോൾ ഇവിടെ 2y സ്ക്വയർ കോൺസ്റ്റന്റ് ആണ് ഇൻടു x ക്യൂബിന്റെ എന്ത് വരും 3x സ്ക്വയർ പ്ലസ് y കോൺസ്റ്റന്റ് ആണ്, ഇവിടെ നമുക്ക് 0 എന്ന് വരും. ഇവിടെ 4x ന് ചെയ്യുമ്പോൾ എത്ര വരും 4 വരും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് 6 x സ്ക്വയർ y സ്ക്വയർ പ്ലസ് 4. ഇതാണ് നമുക്ക് fx xy കിട്ടുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം fx പോയിന്റ് എത്രയാണ് 1 3. ഇതിന് x ന് 1 കൊടുക്കുക, y ക്ക് 3 കൊടുക്കുക. അപ്പോൾ 6 * 1 * 3 9 പ്ലസ് 4. അപ്പോൾ നമുക്ക് 6 9 54 4 58. അപ്പൊ fx 13 യുടെ ആൻസർ നമുക്ക് എത്ര കിട്ടി 58 കിട്ടി. fx 13 യുടെ ആൻസർ 58. ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ fy xy കണ്ടുപിടിക്കണം. fy xy ആണെങ്കിൽ ഈ ഇക്വേഷനെ ഈ ഫംഗ്ഷനെ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ആരാണ് x കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 2x ക്യൂബ് ഇൻടു y സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y പ്ലസ് 2y ഡിഫറൻറ്റ് 2 വരും പ്ലസ് 0. അപ്പൊ ഇനി fy നമ്മുടെ പോയിന്റ് എത്രയാണ് 1 3. ഇതിൽ x ന് പകരം നമുക്ക് എന്ത് കൊടുക്കണം x നെ നമ്മൾ 1 കൊടുക്കണം, y ക്ക് 3 കൊടുക്കണം. അപ്പോൾ 2 * 1 * 2 * 3 y ക്ക് 3 കൊടുക്കുമ്പോൾ 3 വരും പ്ലസ് 2. therefore ഇതിന്റെ 4 12 12 പ്ലസ് 2 that is equal to 14. അപ്പോൾ fy 13 നമുക്ക് എത്ര കിട്ടി 14 കിട്ടി. fx 13 എത്ര കിട്ടി 58. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഇത് ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ വർഷം തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If z is equal to x square y square, where x is equal to t raised to 4, y is equal to t cube, find dz by dt using chain rule ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇത് ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഈ z is equal to x square y square, x is equal to t raised to 4 and y is equal to t cube, find dz by dt using chain rule. അപ്പോൾ ഇവിടെ z എന്നുള്ള ഫംഗ്ഷനിലെ z-ലെ നമുക്ക് എത്ര വേരിയബിൾസ് ഉണ്ട് നോക്കിയേ. x ഉണ്ട്, y ഉണ്ട്. x ൽ t മാത്രമേ ഉള്ളൂ, y ൽ t മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ട്രീയിൽ നോക്കിയിട്ട് നമ്മൾ ഫോർമുല എഴുതാം. dz by dt എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും dz by dt എന്ന് പറഞ്ഞാൽ ഈ z ൽ കണ്ടെയ്നിങ് 2 വേരിയബിൾ, z ൽ 2 വേരിയബിൾ ഉണ്ട്, x ഉണ്ട് y ഉണ്ട്. 2 വേരിയബിൾ ഉള്ളതുകൊണ്ട് നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കണം. dou z by dou x into dx by dt. അപ്പോൾ t യുടെ കേസിൽ നമ്മൾ d എടുക്കാൻ കാരണം എന്താണ് ഇവിടെ x containing only one variable t, therefore dx by dt, but z containing 2 variables plus അടുത്ത കേസിൽ dou z by dou y, z containing 2 variable ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു into y containing only one variable dy by dt. ഇനി dou z by dou x എന്ന് പറഞ്ഞാൽ എന്താണ് dou z by dou x പറഞ്ഞാൽ z എന്ന ഫംഗ്ഷൻ x square y square ആണ്. ഇതിനെ നമ്മൾ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ x square ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x into y square കോൺസ്റ്റന്റ് ആണ്.
ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്താണ് ഈ ടി റേസ്റ്റ് ഫോർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 4t ക്യൂബ് പ്ലസ് ഡോ ഇസ് ബൈ ഡോ വൈ ഇത് നമ്മൾ y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴോ എക്സ് സ്ക്വയർ ഇൻറ്റു 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി എന്താണ് 3t സ്ക്വയർ ഇങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ആൻസറിൽ എക്സും വൈയും ഒക്കെ ടി വെച്ച് റീപ്ലേസ് ചെയ്യണം. എക്സിന് എന്താ കൊടുത്തിരിക്കുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ ടി റേസ്റ്റ് 4 ആണ്. അപ്പൊ എക്സിന് പകരം ടി റേസ്റ്റ് 4 കൊടുത്തു ഇൻറ്റു വൈ എന്താണ് ടി ക്യൂബ് ആണ്. ടി ക്യൂബിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും ടി റേസ്റ്റ് 6 വരും ഇൻറ്റു 4t പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ ടി റേസ്റ്റ് 4 ആണ്. അപ്പൊ ടി റേസ്റ്റ് 8 വരും ടി റേസ്റ്റ് 4 ഹോൾ സ്ക്വയർ ടി റേസ്റ്റ് 8 ഇൻറ്റു 2 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് ടി ക്യൂബ് ആണ് ഇൻറ്റു 3t സ്ക്വയർ. ദാറ്റ് ഈസ് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഇപ്പോൾ ടി റേസ്റ്റ് 4 ടി റേസ്റ്റ് 6 ടി ക്യൂബ് 6 3 9 4 13 ടി റേസ്റ്റ് 13 വരും. എക്സ് റേസ്റ്റ് എം ഇൻറ്റു എക്സ് റേസ്റ്റ് എൻ ഇൻറ്റു എക്സ് റേസ്റ്റ് എം ഇൻറ്റു എക്സ് റേസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ്റ്റ് എം പ്ലസ് എൻ ആണ്. 6 4 13 13 അപ്പൊ ഇത് 4 8 8 ഇൻറ്റു ടി റേസ്റ്റ് 13 പ്ലസ് ഇവിടെ നോക്കിയേ 8 3 12 13 അപ്പൊ നമുക്ക് അത് കിട്ടാം 3 2 6 6 ടി റേസ്റ്റ് 13 അപ്പൊ നമുക്ക് കൂട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടണേ 14 ടി റേസ്റ്റ് 13. അവസാനം കിട്ടുന്ന ആൻസർ എത്രയാണ് 14 ടി റേസ്റ്റ് 13. അങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയിൻ റൂൾ ഉപയോഗിച്ച് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ഫിഗർ വരയ്ക്കാം. ഇസഡ് കണ്ടെയ്നിങ് എക്സ് വൈ എക്സ് കണ്ടെയ്നിങ് ടി ലോൺ വൈ കണ്ടെയ്നിങ് ടി. എന്നിട്ട് ആ ഫിഗറിൽ നോക്കിയിട്ടാണ് നമ്മൾ ഫോർമുല എഴുതുക. ഫോർമുല എഴുതുമ്പോൾ എങ്ങനെ എഴുതണം ഫോർമുല ഡി ഇസഡ് ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി ഇസഡ് ബൈ ഡി ടി കണ്ടുപിടിക്കുമ്പോൾ ഇസഡിൽ 2 വേരിയബിൾ ഉള്ളതുകൊണ്ട് ഇസഡിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു എക്സിൽ കണ്ടെയ്നിങ് ഓൺലി 1 വേരിയബിൾ അതുകൊണ്ട് നമ്മൾ ഡി എക്സ് ബൈ ഡി ടി എടുത്തു. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഓക്കെ അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന ഫംഗ്ഷനെ നമ്മൾ എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x ഇൻറ്റു വൈ സ്ക്വയർ ആണ്. ഇവിടെ വൈ സ്ക്വയർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു. എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്തു 2x ഇൻറ്റു വൈ സ്ക്വയർ. dx ബൈ dt എന്താണ് 4t ക്യൂബ്. നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ് d ബൈ dx ഓഫ് x റേസ് ടു n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു x റേസ് ടു n മൈനസ് 1. അതുപോലെ ഡോ എക്സ് ടു ഡോ വൈ എന്താണ് x സ്ക്വയർ ഇൻറ്റു y സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 2y dy ബൈ dt എന്താണ് 3t സ്ക്വയർ. ഇനി അതിനുശേഷം നമ്മൾ എക്സും വൈ ഒക്കെ ടിയിലോട്ട് റീപ്ലേസ് ചെയ്യണം. എക്സിന്റെ വാല്യൂ ടി റേസ്റ്റ് 4 തന്നിട്ടുണ്ട് വൈയുടെ വാല്യൂ ടി ക്യൂബ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സിന് നമ്മൾ ടി റേസ്റ്റ് 4 കൊടുത്തു. ഇവിടെ വൈക്ക് നമ്മൾ ടി ക്യൂബ് കൊടുക്കുമ്പോൾ സ്ക്വയർ വരുമ്പോൾ ടി 6 വരും 4t ക്യൂബ് പ്ലസ് എക്സിന് നമ്മൾ ടി റേസ്റ്റ് 4 ടി റേസ്റ്റ് 8 വരും 2 ഇൻറ്റു ടി ക്യൂബ് വരും 3 ഇൻറ്റു ടി സ്ക്വയർ. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ മാത്രം കിട്ടുന്നെങ്കിൽ 2 ഇൻറ്റു 4 2 8 8 ടി റേസ്റ്റ് 13 6 4 10 3 13 ഇവിടെ നമ്മൾ 2 6 ടി റേസ്റ്റ് 10 അപ്പൊ 14 ടി റേസ്റ്റ് 13 14 ടി റേസ്റ്റ് 13. ഫൈനൽ ആൻസർ 14 ടി റേസ്റ്റ് 13 ആണ്. ഈ ഡിസംബർ 2023 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.